മലയാള ഭാഷാ സാഹിത്യത്തിന് ഒരിക്കലും മറക്കാനാവാത്ത സംഭാവനകൾ നൽകിയ വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് വർഷങ്ങൾ അനേകം പിന്നിട്ടു. ഓരോ മലയാളി മനസ്സിലും ഒരിക്കലും മായ്ക്കാനാവാത്ത തൻ്റെ ചിത്രം കോറിയിട്ടിട്ടാണ് അദ്ദേഹം നമ്മോട് വിട പറഞ്ഞത്. പല കഥകളും നമ്മൾ വായിക്കാറുണ്ടെങ്കിലും ബഷീറിൻ്റെ രചനകൾ ജീവസുറ്റതായിരുന്നു. ബഷീർ കൃതികളിലെ ഓരോ കഥാപാത്രങ്ങളും നമ്മളിലൂടെ ഇന്നും ജീവിക്കുന്നു. സ്വന്തം ജീവിതം പുസ്തകങ്ങളിലൂടെ നമ്മെ തുറന്നു കാട്ടിയ ബഷീറും അദ്ദേഹത്തിൻ്റെ അരുമ സഹോദരി പാത്തുമ്മയും അവരുടെ ആടിൻ്റെ വികൃതികളും ആട് പെറ്റ കുഞ്ഞുങ്ങളും ഒക്കെ ഇവിടെ പുനർജനിക്കുന്നു. സ്വതശൈലിയിലുള്ള എഴുത്തിന് മാങ്കോസ്റ്റിൻ മരിച്ചോട് ഇരിപ്പിടമാക്കിയ ഇമ്മിണി വല്യ ബഷീർ. ബേപ്പൂരിൻ്റെ സുൽത്താൻ. തൻ്റെ ചാരുകസേരയിൽ പേപ്പറും പേനയും സുലൈമാനിയുമേന്തി ഇരിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകൾ പിന്നിടുന്നു. വലിയ ആലോചനയിലാണ് അദ്ദേഹം. എന്തൊക്കെയായിരിക്കാം അദ്ദേഹത്തിൻ്റെ ചിന്തകളിലൂടെ കടന്നു പോകുന്നത്? പാത്തുമ്മ, ഉമ്മ, ആനുമ്മ, മുഹമ്മദ് ബഷീർ, ഖദീജ, അബു, അബ്ദുൽ ഖാദർ, ആരിഫ എന്ന് വേണ്ട തൻ്റെ കുടുംബത്തിലെ സകലമാന ആൾക്കാരും, കൂടാതെ ഉമ്മയുടെ അഭയാർത്ഥികളായ പൂച്ചകൾ, അവയെ പേടിച്ച് തട്ടുംപുറത്തൂടെ ഓടിക്കളിക്കുന്ന 1,000 എലികൾ, പാത്തുമ്മയുടെ വികൃതിയായ ആട്, ഭൂമിയിലെ സർവ്വചരാചരങ്ങളും അദ്ദേഹത്തിൻ്റെ ചിന്തകളിലൂടെ നിരനിരയായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. പാത്തുവേ, അന്റെ ആടെന്തിനാടി ഇങ്ങനെ കിടന്ന് കലവില് ശബ്ദം ഉണ്ടാക്കണേ? ആടിനെ 2 എണ്ണം കൂടുതൽ വാങ്ങണം, പാലൊക്കെ വിറ്റങ്ങ് പൊന്നൊക്കെ വാങ്ങണം. നിങ്ങൾ ആരേലും എൻ്റെ ആടിന് കഞ്ഞോളം കൊടുത്തോ? നിങ്ങൾ ആരും എൻ്റെ ആടിനൊന്നും കൊടുക്കത്തില്ലെന്ന് എനിക്കറിയാം. എൻ്റെ ആടൊന്ന് പെരട്ടെ, ഞാൻ ഒരു തുള്ളി പാല് നിങ്ങൾക്ക് തരത്തില്ല. പാലും ചോദിച്ചോണ്ട് എൻ്റെ അടുത്ത് ഒറ്റ അടി വെച്ച് തരും. നീ വിഷമിക്കണ്ട എൻ്റെ ആടേ, ഞാനിവിടെ ഇല്ല, നിനക്ക് ആരും ഒന്നും തരൂലെന്ന് എനിക്കറിയാം. നീ വയറ് നിറച്ച് തിന്നോ, വയറ് നിറച്ച് തിന്ന് സന്തോഷമായിട്ടിരുന്നോ. ആടിന് ആരും ഒന്നും കൊടുക്കില്ല എന്ന പാത്തുമ്മയുടെ ആവലാതികൾ കേൾക്കുമ്പോഴും നാം അറിഞ്ഞിരിക്കേണ്ട രസകരമായ ഒരു കാര്യം, പാത്തുമ്മയെക്കാളും സൂത്രശാലിയാണ് പാത്തുമ്മയുടെ ആട്. വീടിനകത്ത് കിടന്ന പാത്തുമ്മയുടെ ആട് ബഷീറിൻ്റെ പുസ്തകങ്ങൾ ഒന്നൊന്നായി അകത്താക്കാൻ തുടങ്ങി. ബാല്യകാലസഖി അകത്താക്കിയപ്പോൾ ബഷീർ കരുതി വിമർശന പീരങ്കികൾ ഏറെയേറ്റ തൻ്റെ ശബ്ദങ്ങൾ എന്ന പുസ്തകം തൊടാൻ ആടിന് ധൈര്യം വരില്ല എന്ന്. എന്നാൽ ആ ചിന്തകളെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ആട് ശബ്ദങ്ങളും അകത്താക്കി. അതിനുശേഷം ബഷീറിൻ്റെ അവിടുന്ന് പുതപ്പിന് നേരെയായി ആടിൻ്റെ പരാക്രമം. ഇത് കണ്ട് ആടിനടുത്തേക്ക് ഓടിച്ചെന്ന ബഷീർ ആടിനോട് പറഞ്ഞ കാര്യങ്ങൾ ഇന്നും കേരളക്കരയാകെ മുഴങ്ങിക്കേൾക്കുന്നു. ഹേ അജസുന്ദരി, ഭവതി ആ പുതപ്പ് തിന്നരുത്. അതിന് 100 രൂപ വിലയുണ്ട്. അതിൻ്റെ കോപ്പി എൻ്റെ പക്കൽ വേറെയില്ല. എൻ്റെ പുസ്തകങ്ങൾ ഇനി വേറെയുമുണ്ട്. ഭവതിക്കെല്ലാം വരുത്തി സൗജന്യമായി തരാം. എന്നിട്ട് ആടിനെ ഓടിച്ച് അദ്ദേഹം പുറത്താക്കി. ഉമ്മയോട്, ഉമ്മ, ആരുടെയാണ് ഉമ്മ ഈ ആട്? ഇതിന് ഈ വീട്ടിൽ ഇത്ര സ്വാതന്ത്ര്യമോ എന്ന് തിരക്കിയപ്പോഴാണ് അദ്ദേഹത്തിന് സത്യാവസ്ഥ മനസ്സിലാകുന്നത്. പാത്തുമ്മയുടെ ആടാണ്. അതിന് ഈ വീട്ടിൽ എവിടെ കയറി നടക്കാനും എന്ത് ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം പാത്തുമ്മ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. സ്വന്തം കുടുംബ പശ്ചാത്തലം ആധാരമാക്കി ബഷീർ രചിച്ച കൃതിയാണ് പാത്തുമ്മയുടെ ആട്. എങ്കിലും ഒരു സാധാരണ കുടുംബത്തിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെയും നർമ്മം കലർത്തി നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ് അദ്ദേഹം ഈ കൃതിയിലൂടെ. വർഷങ്ങളായി വിദേശത്ത് ജോലി ചെയ്തിരുന്ന സഹോദരൻ, അദ്ദേഹം കുറേ കാശുമായി വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ ഓരോ സഹോദരങ്ങളും അദ്ദേഹത്തോട് സ്നേഹം നടിച്ച് അതിൻ്റെ പങ്കുപറ്റാൻ കാണിക്കുന്ന വ്യഗ്രതയും, സഹോദരങ്ങൾക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹവും സഹജീവി സ്നേഹവും എല്ലാം വെളിവാക്കുന്ന ഈ കഥ ഇന്നും മലയാളികൾ നെഞ്ചേറ്റി കൊണ്ട് നടക്കുന്നു.